മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന നടന്നത് ദുബായിൽ എന്നാണ് സൂചന. ആക്രമണത്തിന് മുമ്പായി റാണ ദുബായിൽ ഒരാളുമായി കൂടിക്കാഴ്ച നടത്തിയതായും വിവരമുണ്ട്. അമേരിക്കയാണ് ഇത് സംബന്ധിച്ച വിവരം ഇന്ത്യക്ക് കൈമാറിയത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ചില പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നു. ഈ ദുബായ് കേന്ദ്രീകരിച്ച് നടന്ന ഇടപാടുകൾ, ചർച്ചകൾ, ആസൂത്രണം, അത് എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാവുന്നത്? ബൽറാം. റിജിത്ത്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് US ഇന്ത്യക്ക് ചില വിവരങ്ങൾ കൈമാറിയിരുന്നു. ഇതിലാണ് ഈ റാണ ദുബായിൽ ഒരു വ്യക്തിയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന അതടക്കമുള്ള വിവരങ്ങൾ ഉള്ളത്. ഈ കാര്യങ്ങൾ നിലവിൽ NIA കൈവശമുള്ള തെളിവുകൾ ഉൾപ്പെടെ വിശകലനം ചെയ്ത ഘട്ടത്തിലാണ് ഈ മുംബൈ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന നടന്നത് ദുബായിൽ ആണ് എന്ന സൂചനകൾ ലഭിക്കുന്നത്. എന്നാൽ ഈ റാണ കൂടിക്കാഴ്ച നടത്തിയ വ്യക്തി അത് ഹെയ്ഡ്ലിയുടെ നിർദ്ദേശമനുസരിച്ചായിരുന്നു ദുബായിൽ എത്തി ഈ വ്യക്തിയുമായി റാണ കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ ഇയാൾ ആര് എന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ചിത്രം ലഭിച്ചിട്ടില്ല. ISIയുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന നിഗമനത്തിലാണ് NIA ഉള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് റാണ സഹകരിക്കുന്നില്ല എന്നാണ് NIA വൃത്തങ്ങൾ നൽകുന്ന വിവരം എന്നുള്ളത്. ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു ഉത്തരം റാണ നൽകുന്നില്ല. പല ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ ഓർമ്മയില്ല എന്ന മറുപടി നൽകുകയോ ചെയ്യുന്നു എന്നാണ് NIA വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതേസമയം തന്റെ വ്യക്തി വിവരങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം റാണ നൽകിയിട്ടുണ്ട്. തന്റെ പിതാവ് ഒരു സ്കൂൾ പ്രിൻസിപ്പൽ ആയിരുന്നു എന്നും 2 സഹോദരന്മാരാണ് ഉള്ളത്. ഒരാൾ മാധ്യമപ്രവർത്തകനും മറ്റൊരാൾ പാക് സൈന്യത്തിലെ സൈക്കോളജിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ റാണ കൈമാറിയിരിക്കുന്നു. അതേസമയം ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് തന്നെ ഹെയ്ഡ്ലിയെ സഹായിക്കാനായി റാണ നിയോഗിച്ച ഒരു എംപ്ലോയി B എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഇയാളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും NIA തേടിയിരുന്നു. ഇക്കാര്യത്തിലും വ്യക്തമായ മറുപടി റാണ നൽകുന്നില്ല എന്നുള്ളതാണ് NIA വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇതോടൊപ്പം തന്നെ റാണയുടെ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു. നേരത്തെ ഇന്ത്യൻ ഏജൻസികളുടെ കൈവശമുള്ള റാണയുടെ ശബ്ദ സാമ്പിളുകളുമായി ഒത്തുനോക്കുന്നതിന് വേണ്ടിയാണ് ഈ ശബ്ദ സാമ്പിൾ ശേഖരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഈ പരിശോധനയ്ക്ക് റാണ വിസമ്മതിച്ചിരിക്കുന്നു. തുടർന്ന് ഇനി കോടതിയുടെ അനുമതിയോടെ ഈ ശബ്ദ സാമ്പിൾ ശേഖരിക്കാനുള്ള ആലോചനയിലാണ് NIA. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.